ഹലോ, ഈ കാണുന്നതാണോ സില്ല ഹിൽസ് കെംപ്റ്റി റേഞ്ച്? വെറുതെ പോവാട്ടോ കാണാൻ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വൈകിട്ടൊന്ന് നടക്കാനിറങ്ങിയതാണ്. നല്ല ഭംഗിയില്ലേ സ്ഥലം കാണാൻ? നല്ല തണുപ്പാണ്. 16-14 ഒക്കെയാണ് ടെമ്പറേച്ചർ. ഓക്കെ, ഇങ്ങനെ പോയി ഇതാ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയി. മുള്ളൊക്കെയുള്ള സ്ഥലമാണ്. ഇതൊക്കെ വകഞ്ഞ് മാറ്റണ്ടോ? നല്ല മുള്ളാണിതിന്. ഇതങ്ങനെ കുത്തി കയറിയാൽ പ്രശ്നമാവും. എന്നുള്ള വ്യൂ ആണിത്. കംപ്ലീറ്റ് ഹിൽസ് മാത്രം. തിരിച്ചു പോട്ടെ. ഇത് നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിൽസ്. ഏകദേശം ഡെറാഡൂണിൽ നിന്ന് ഏകദേശം 2-3 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ എടുക്കും. ഇനി നാളെ ഇവിടെ നിന്നൊരു 250 കിലോമീറ്റർ ദൂരെയുള്ള ഗംഗോത്രി എന്ന സ്ഥലത്തേക്ക്, അവിടെ ആ കാണുന്ന സ്ഥലത്തേക്ക് പോകണം. നാളെ പോകണം. ഇന്നിവിടെ മഴയൊക്കെ പെയ്തു. എന്ത് രസമാണെന്നറിയോ ഈ കുളിർ. നമ്മുടെ കേരളത്തിലൊക്കെ, നമ്മുടെ ഊട്ടിയിലൊക്കെ ഉള്ള, വയനാട് ഊട്ടിയിലൊക്കെ ഉള്ള ഒരു ടെമ്പറേച്ചറില്ലേ, അതേപോലെ. ഓക്കെ, വണ്ടികളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഇന്ന് വീക്കെൻഡാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ വീക്കെൻഡിൽ നമ്മുടെ ഹിൽസിലേക്കുള്ള ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരും. ഇവരെ കാണാനൊക്കെ വരും. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് റോഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. നല്ല ഭംഗിയാട്ടോ. എവിടേക്ക് ഇറങ്ങിയാലും കാണാൻ നല്ല വ്യൂസ് മാത്രമേ ഉള്ളൂ. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊന്നു. പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദേ ഈ കാണുന്ന വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. എന്താ കാണാൻ പറ്റുന്നുണ്ടോ? ഈ കാണുന്ന വ്യൂ ആണ് താഴോട്ട് നോക്കി കിട്ടുക. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ വ്യൂസ് കാണാം. നല്ല ഈവനിങ് വാക്കൊക്കെ നടത്താം. ഇങ്ങനെ പ്രകൃതിയെ കണ്ട് ഈവനിങ് വാക്കൊക്കെ നടത്താൻ നല്ല സ്ഥലമാണ്. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യാൻ ഇറങ്ങിയതാ. വീക്കെൻഡ് അല്ലേ. അപ്പം എന്തൊരു ഭംഗിയല്ലേ. കൂട്ടത്തിൽ ഒരുപാട് കൂട്ടുകാരൊക്കെ വേണം. എന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ആസ്വദിച്ച് പോകാനൊക്കെ പറ്റും. പ്രകൃതിയെ കണ്ട് ആസ്വദിച്ച് കൂട്ടുകാരോടൊപ്പം തമാശയൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയാണ്. ഓക്കെ, വേണ്ട എന്ത് ഭംഗിയാണ് കാണാൻ. നോക്കിയേ, ഈ ചെടിയുണ്ടല്ലോ, ഭയങ്കര മുള്ളാണ് ഇതിൽ. ഇതെങ്ങാനും കയ്യിൽ കൊണ്ടാൽ നല്ല വേദന എടുക്കും. കൈ കൊള്ളിച്ചിട്ടില്ല, കൊണ്ട നല്ല വേദനയാവും. കംപ്ലീറ്റ് ഈ വ്യൂ ആണ് ഇവിടെ. സീ, അവിടെയൊക്കെ കണ്ടോ, ഓരോ സ്ഥലത്തും ഓരോ റോഡിൻ്റെ ഓരോ മൂലയിലും വളവിലും ചെരുവിലൊക്കെ അവരിങ്ങനെ സ്ഥലം ഉണ്ടാക്കിയിട്ട് കണ്ടോ. ഈ ഒരു വീട് ഉണ്ടാക്കിയത് കണ്ടോ. ഇതുപോലെ ഒരു വീടൊക്കെ ഉണ്ടാക്കി വയ്ക്കും. നല്ല ആർക്കിടെക്റ്റിനൊക്കെ നല്ല ഇതുപോലെ നമുക്ക് റിസോർട്ടിലൊക്കെ പണിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ സീസണാണ്. ഇപ്പോൾ സ്കൂളിലെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. ടൂറിസ്റ്റുകൾ തിരക്കാണ് ഇവിടെ. ഇവിടെ താമസിക്കാനൊക്കെ സ്ഥലം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടിയാൽ മതി. കാരണം നാച്ചുറൽ വ്യൂ ആണ് എല്ലാവർക്കും മുഖ്യം. അത് കിട്ടിയാൽ മതി.
found the one, you should never give her up. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the things that I don't see, yeah. These days I don't worry about much. I think ഒരുപാട് താഴ്ചയുണ്ട് ആ വാലീസിലേക്ക്. I still dream ആ about കാണുന്ന വാലീസ് കണ്ടോ, ഹിൽസ്. I'll take a hit. ഹിൽസിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ആ വാലീസ് പോകുന്നത്. ഓക്കെ, അവിടേക്ക് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. വീടുകളുണ്ട്, മലഞ്ചെരുവുകളുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ അവർ വീടുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ബിൽഡിങ്സാണ്. നാട്ടിൽ പോയാലും കാണും. കണ്ടോ, കമൻ്റ് അടിച്ച ടീമാണ്. എന്നെ കമൻ്റ് അടിച്ച ടീമാണ് ഇവർ. പുറകിൽ നിന്ന് കമൻ്റ് അടിച്ചാട്ടാ. അവരാണ് ഇപ്പോൾ കണ്ടത്. ഇവരൊക്കെ എന്നെ കമൻ്റ് അടിച്ച ടീമാണ്. പുറകെ നിന്ന് അതാണ് ഇന്നത്തെ വിശേഷം. നാളെ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെയുമായി ഞാൻ ഇനിയും വരും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് മൈ വീഡിയോ. എൻ്റെ മുകളിൽ കണ്ടോ, കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഇവരിങ്ങനെ ഹോട്ടൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്തൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെയൊക്കെ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ. ഈ കാണുന്ന പാറകളൊക്കെ പൊട്ടിച്ചിട്ട് ലെവലാക്കിയിട്ട് വേണം അവർക്ക് ചെറിയൊരു എന്താ പറയുക സ്ഥലം തയ്യാറാക്കാൻ, വീടുണ്ടാക്കാനൊക്കെ. പിന്നെ ഇതാ റോഡുകൾ വരുന്ന ഇവിടെയൊക്കെ എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പാടാണ്. എത്തിപ്പെട്ടാൽ ഈ നല്ലൊരു അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും യാത്രയിൽ കൂടെ കൂട്ടിക്കൊണ്ട് ഞാനും ഉണ്ടാവും. എൻ്റെ യാത്രയിൽ സ്വന്തം കൂടെ കൂട്ടിക്കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, സി ഓക്കെ, ബൈ ബൈ.